ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവൽ വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മളൊരു ഷോപ്പിനെ പരിചയപ്പെടുത്തി തരാം. സംഭവം നമ്മൾ കുറേ കണ്ടല്ലോ, പെറ്റ് ഷോപ്പാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതിപ്പോൾ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലാണ്. അതായത് ശാസ്താംകോട്ടയ്ക്കും കരുനാഗപ്പള്ളിക്കും ഇടയ്ക്ക് കുറ്റിമുക്ക് എന്ന് പറയും. കുറ്റിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വിലക്കുറവിലും അതുപോലെ തന്നെ നല്ല ഇനം പെറ്റ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ഫിഷസ്, അതുപോലെ അതിൻ്റെ തീറ്റകൾ കാര്യങ്ങളെല്ലാം സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിവിടെ ഇവിടുത്തെ ഓണറൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പയ്യനുണ്ട്, അപ്പു എന്ന് പറയുന്നത്. അപ്പോൾ അപ്പു നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഹലോ അപ്പു. നമുക്കപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ഇതേതാ മീൻ? ഇത് ഷാർക്ക്, വൈറ്റ് ഷാർക്കും ഉണ്ട്, മറ്റേ ബ്ലാക്കും ഉണ്ട്. ഇത് നമ്മൾ വലിയ വളരണമെങ്കിൽ ടാങ്ക് കെട്ടി വെക്കണം. വലിയ ടാങ്ക് കെട്ടിയിട്ട് വലുതാകത്തുള്ളൂ. സെപ്പറേറ്റ് ഫുഡോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? അങ്ങനെ സെപ്പറേറ്റ് ഫുഡ് ഇതിന് വലിയ ചെറിയ മീനിട്ട് കൊടുത്താൽ മതി. ചത്ത മീനുകളും ഫുഡ് വരെ ഇറങ്ങിയില്ല. ഫുഡ് ഇട്ട് കൊടുത്താൽ ഇതിന്. അപ്പോൾ ഇതേതാണ് ഐറ്റം? ഇത് ഗൗര. ബ്രീഡിങ് ഐറ്റത്തിന് വേണ്ടി നല്ല ഐറ്റം അല്ലേ? നല്ല ഭംഗിയാണല്ലേ? മാങ്ങുന്ന കൂടുതലിതാ. ഗോൾഡ് എണ്ണത്തിൽ പെടുന്ന. ഓ, ആളെ കാണാൻ പറ്റുന്നില്ല, ആളങ്ങ് പോയിരിക്കും. ഇറങ്ങി വാടേ. ഹലോ, ക്യാമറ കൊണ്ട് വന്നപ്പോൾ അകത്തൊരു പേര്. ചെറുതായിട്ട് കാണാമല്ലോ, ചെറുതായിട്ട് കാണാം. അപ്പോൾ ഇതേതാ? പിന്നെ വൈറ്റ് മോളിയം, പിന്നെ ഫൈറ്റർ. ഫീഡിങ് മാത്രമേ എടുത്തോളൂ. ഇത് ഇവരെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഇതിനകത്ത് ആണും പെണ്ണും അങ്ങനെ നിങ്ങൾ എങ്ങനെ ഫീമെയിലും കണ്ടുപിടിക്കുന്നത്? ഫീമെയിലാണെങ്കിൽ വാല് കുറവാ, ആണെങ്കിൽ വാല് കൂടുതലുണ്ട്. ഓക്കെ ഓക്കെ. ഇത് അത്യാവശ്യം നല്ല വിലക്കുറവല്ലേ ഇവിടെ? വിലക്കുറച്ചല്ലേ കൊടുക്കുന്നത്? അപ്പോൾ ഞാൻ വിലയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് ചിലപ്പോൾ ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഒന്ന് ഞാൻ ഇതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ. അതുപോലെ തന്നെ ബൾക്കായിട്ട് ഓർഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ഇത് കൊറിയർ അയച്ചു കൊടുക്കും അല്ലേ? കൊറിയർ അയച്ചു കൊടുക്കും അല്ലേ? അപ്പം നമുക്ക് ഓരോന്ന് കാണാം. ഇത് ഗോൾഡ് ഫിഷ് അല്ലേ? ഗോൾഡ് ഫിഷ് അല്ലേ? ഈ വൈറ്റിലോ? പെണ്ണാണ് നമ്മൾ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അതിന് വാല് നോക്കിയാൽ മതി. ആണ് ഞാൻ വാല് കൂടി, പെണ്ണിന് വാല് കുറവായി. ഓ, അപ്പോൾ ഇതൊക്കെ ആണുങ്ങളല്ലേ? ഇതൊക്കെ പെണ്ണ്. ഇത് പെണ്ണല്ലേ? ഇതിനെ കണ്ടോ വലുത്? അതൊക്കെ കാണാം. ഇതാണ് ഓസ്കാർ. ഇത് നല്ല പ്രത്യേക മീൻ. എപ്പോഴും മയങ്ങി കിടക്കും. പക്ഷെ എന്നാൽ നമ്മൾ ചത്തുന്ന നമ്മുടെ കൈയൊക്കെ നമ്മുടെ കൂടെ വരും. സംഭവം അടിപൊളിയാണേ. അപ്പം ഇത് ഗോൾഡ് ഫിഷ് അല്ലേ? ഗോൾഡ് ഫിഷ് അല്ലേ? ഇത് മറ്റേ നമ്മൾ മേലെ കണ്ട വലുതിൻ്റെ ചെറുതാണല്ലേ? അപ്പോൾ ഞാൻ ഈ പുള്ളിയോട് എടുത്ത് ചോദിക്കുന്നത്, എനിക്ക് മീനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഇതാണ്ട് വെറൈറ്റി ഇത് ബ്രീഡിങ് ഇട്ടേക്കുവാ. ബ്രീഡിംഗ് സെന്റർ ഇട്ടേക്കുവാ. ഇതിന്റെ ഫുഡും കാര്യങ്ങളും സെപ്പറേറ്റ് ഫുഡല്ലേ? ഇതിന് നമ്മള് എന്തുവാ റോയൽ അതിന്റെ ഫുഡൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണിക്കാമല്ലോ. അപ്പോൾ ഇത് ഗപ്പിയാണ് കേസ്. ഗപ്പി ഉണ്ട്, അത് ഫ്ലാറ്റി ഉണ്ട്, അത് മിസ്റ്റേക്ക് കിടക്കുക. ബ്രീഡിങ് ഇട്ടേക്കുവാ. ഇവിടെ ഒരു ചെറിയ ആൾ കിടപ്പുണ്ട് കേട്ടോ, കാണാൻ പറ്റത്തില്ല കേട്ടോ. ചെറിയ ഗപ്പി തന്നെ അല്ലേ? അരവണയാണത്. ഇത് അരവണ അല്ലേ? ഞങ്ങൾ ഒറ്റയ്ക്കായുള്ളൂ ബോറടിച്ച് കിടക്കുന്നില്ലേ? ഭക്ഷണം ഗോൾഡ് ഫിഷ് ഒക്കെയാണ്, കുഞ്ഞു ഗോൾഡ് ഫിഷ് ഉണ്ട്. ഓ, ഇട്ട് കൊടുക്കും അല്ലേ? ബൗളിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ, നല്ല അടിപൊളി സാധനം ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ഫൈറ്റർ അല്ലേ ഇത്? ഇത് പെണ്ണാണോ? ഇത് പെണ്ണാണ്. ഇത് അല്ല ആണുങ്ങളല്ലേ? ഓ, ഇത് സെപ്പറേറ്റ് മാറ്റിയിട്ടേക്കുങ്ങളല്ലേ? അപ്പോൾ നമുക്ക് വെറൈറ്റി ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. ഒരു വെറൈറ്റി കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പുറത്ത് നിന്ന് എടുത്ത് നോക്കാം അല്ലേ? ഇപ്പുറത്ത് നോക്കാം നമുക്ക്. വേണ്ട, അടിപൊളി ഐറ്റം അല്ലേ? അടിപൊളി ഐറ്റം അല്ലേ?
ഇതിനും ഫുഡ് എന്താ സെപ്പറേറ്റ് മീനാ? ഫുഡ് ചത്ത മീൻ നമ്മൾ കൊടുക്കും. ഗോൾഡ് ഫിഷ് അല്ലാതൊരു ഫുഡ് ഇല്ലല്ലേ? അല്ലാതെ ഫുഡൊന്നുമില്ലേ. ഇതേതാ ഇതിന്റെ കൂടെ കിടക്കുന്ന? ഷാർക്ക് ആണല്ലേ. ഷാർക്ക്, ഇത് 2 ഷാർക്ക്. അപ്പൊ ഇവര് തമ്മിൽ ഫൈറ്റ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായതല്ലേ? ഇത് ഏകദേശം നമ്മുടെ ഈ മുതലയുടെ ലുക്ക് ഉണ്ടല്ലോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മീനാന്ന് പറയത്തില്ല. പെട്ടെന്ന് ഫ്രണ്ട് കണ്ടേ വാല് കാണുമ്പോൾ നമുക്ക് മീനാന്ന് മനസ്സിലാവും. സംഭവം വെറൈറ്റി ആണല്ലേ. ഇത് നിങ്ങൾ സെയിലിന് വേണ്ടി ഇട്ടേക്കോ? സെയിലിന് വേണ്ടി ഇട്ടേക്കോ അല്ലേ? അത്യാവശ്യം നല്ല വിലയുള്ള മീനാണ്. ഈ ഒറ്റ പീസേ ഉള്ളൂ? നമ്മളെ ഫിഷൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷേ എല്ലാം കൂടെ എടുത്ത് ഒരുപാട് ലെങ്ത് ആക്കണ്ടല്ലോ. അപ്പം സംഭവം ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മീനിൻ്റെ ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ പെഡിഗ്രി കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബേഡ്സിൻ്റെ സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ബേഡ്സ് ഒരുപാടുണ്ട്, നമുക്കത് കാണാം. അതുപോലെ തന്നെ പേർഷ്യൻ ക്യാറ്റൊക്കെ കിടപ്പുണ്ട്, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫുഡൊന്ന് കാണിക്കും. നേരത്തെ കാണിച്ചത് ഏഞ്ചലിന്റെ ഫുഡ്. ഇത് പൊട്ടിച്ചേക്കാൻ പറ്റത്തില്ല, ഇത് ചീത്തയായി പോകും. അത്യാവശ്യം നല്ല വിലയുള്ള ഫുഡാണ്. ഇതെല്ലാം ഓരോ മീനിൻ്റെ ഫുഡുകളല്ലേ? ഈ സാധനം എല്ലാം ഗപ്പിക്ക് കൊടുക്കാൻ പറ്റുമല്ലേ? സാധനം ഇതുപോലെ ഇവിടെ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് ഫിഷിൻ്റെ ഫുഡുണ്ട്. അപ്പം നല്ല ഫുഡല്ലേ? ഇത് ഫൈറ്ററിന്റെ ഫുഡാണ്. ഇത് ഫൈറ്ററിന്റെ ഫുഡല്ലേ? ഫൈറ്ററിന് മാത്രം കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ. നമ്മുടെ പെഡിഗ്രി ആണ് ഇവിടെ ഇരിക്കുന്നത്. പെഡിഗ്രി ഐറ്റംസ് ആണ് നമ്മുടെ. അതുപോലെ പേർഷ്യൻ ക്യാറ്റ് കാര്യങ്ങളല്ലേ? ക്യാറ്റിൻ്റെയും ഡോഗിൻ്റെ ഉണ്ടല്ലേ? ഇപ്പോൾ സാധനങ്ങൾ കുറച്ച് കുറവുണ്ടോ? ലോൺ അടുപ്പിച്ച് സാധനം സ്റ്റോക്ക് എടുക്കണമല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെ വരും? ഈ ഫുഡിൻ്റെ ഒക്കെ റേറ്റ് 1 കിലോ ഉണ്ട്. 390 രൂപ അല്ലേ? ഫ്രണ്ട്സ് ഇപ്പോൾ കണ്ട് ഇവിടെ കുറച്ച് ഐറ്റങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇതിൻ്റെ ഷാമ്പൂ ഒക്കെയാണ്, ഡോഗ്സിൻ്റെ അതുപോലെ ക്യാറ്റിൻ്റെ ഒക്കെ ഷാമ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ പെഡിഗ്രിയുടെ ഗ്രേവി അല്ലേ? ഗ്രേവിയാണ് ഇതല്ലേ? ഇതൊക്കെ എത്ര രൂപ റേറ്റ് ഒക്കെ വരും? 40 രൂപ അല്ലേ? അപ്പോൾ കണ്ട് ഇതുപോലെ ഇവിടെ ഇത് സംഭവം ചെള്ള മീനിൻ്റെ എന്താ പറ്റുമല്ലേ? ഫംഗസ് വരെ ആയിരിക്കുമല്ലേ? അപ്പോൾ അതുപോലുള്ള ഒരുപാട് ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇതുണ്ട് കേട്ടോ. എല്ലാവരും അപ്പോൾ ഇവിടെ വന്ന് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യണം. ഒരുപാട് ഇനം സ്റ്റോൺസ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഒത്തിരി സ്റ്റോൺസ് കിടപ്പുണ്ട്. അതിലിവിടെ 2 പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇതെന്തോ ഐറ്റം? ആംസ്. ജസ്റ്റ് ഒന്ന് എടുക്കാവോ? ഒന്ന് കാണിക്കാം. ഓക്കെ. ഒരു വൈറ്റ് കൂടെ കിടപ്പുണ്ടല്ലേ? പെട്ടെന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു സംഭവം ഉണ്ടെന്ന് പറയത്തില്ലേ? ഇതിനെങ്ങനെ പറയത്തില്ല. അതുപോലെ ഈ ഫിഷിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ ഈ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ ഇരിപ്പുണ്ട്, എല്ലാം കൂടെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തുച്ഛമായ റേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് മേടിക്കുക കേട്ടോ. അതിൽ സ്റ്റോൺസ് അത് വേണ്ടവരൊക്കെ ആവശ്യം പോലെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. ഇവർ ഒരു സെക്ഷനായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്റ്റോൺസും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതുപോലെ ശാസ്താംകോട്ട നമ്മുടെ കരുനാഗപ്പള്ളി ഏരിയയിലുള്ള എല്ലാ കൂട്ടുകാർക്കും അത്യാവശ്യം നല്ല കളക്ഷനുള്ളൊരു കടയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബേഡ്സിൻ്റെ സെക്ഷനിലോട്ട് പോകാം. അവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്, നമുക്ക് കുറച്ച് കണ്ടിട്ട് വരാം. കണ്ടോ, ഇത്ര ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഫുള്ള് പ്രാവ്, അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കിളികളും കാര്യങ്ങളൊക്കെ. എനിക്ക് എൻ്റെ പേരൊന്നും അറിയത്തില്ല. ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് ആണും പെണ്ണും തിരിച്ചറിയണമെങ്കിൽ മൂക്ക് നോക്കുമ്പോൾ നീലയാണെങ്കിൽ അത് ആണാണ്, വെള്ളയാണെങ്കിൽ പെണ്ണു. അതുപോലെ ഇത് നമ്മുടെ ആട്ടപ്രാവാണ്. അടിപൊളി. വീഡിയോ എടുത്തപ്പോൾ തന്നെ ഇതുപോലെ വിരിച്ചാണ് നോക്കിയിരുന്നേ നമ്മൾ. അത് പൂവനാണ്. അപ്പോൾ ഇതെന്തായിട്ട് ചെറിയ ഫിഞ്ചസ്, ബംഗാളി ഫിഞ്ചസ് എന്ന് പറയും. മുട്ടയാണ് അടുത്തിരിക്കുക. കുറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കുറെ കൊടുത്ത്. ഇത് ലവ് ബേഡ്സ് തന്നെ. ഇത് റെഡ് ഐ ആണ്. റെഡ് ഐ ആണല്ലേ? അപ്പോൾ ഇത് ഏത് പ്രാവ്? ഏതാ? നാടൻ പ്രാവ അല്ലേ? ഇതെല്ലാം നാടനല്ലേ? ഇത് മുഖിയാണ്. ഇത് മുഖി.
നാടൻ പ്രാവാ. ആഹാ പിന്നെ ഇത് ആഫ്രിക്കൻ ലംബേഡാണ്. ഇത് അടുത്ത മുട്ടയ്ക്ക് ഇരിക്കുക. അപ്പോൾ ഗൈസ് ഇവിടെ ഒരുപാട് പ്രാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു ദിവസം ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാനിവിടെ ഒരു ദിവസം വന്നായിരുന്നു. കാര്യം അന്ന് രാത്രിയിലാണ് വന്നത്, അതുകൊണ്ട് രാത്രി തന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു പ്രാവിനെ മേടിച്ചു. ഞങ്ങൾ അന്ന് മേടിച്ച ഏത് ഐറ്റം ആയിരുന്നു? ഇത് ലവ് ബേഡ്സ് ആണല്ലേ? ഇത് വേറെ പല കളറുണ്ടല്ലേ? അപ്പോൾ പ്രാവ് തന്നെ ഒരുപാട് പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ. ഞാൻ അവിടെ കുറച്ച് ഐറ്റങ്ങളുണ്ട്, അതുകൊണ്ട് നോക്കാം. ഇത് സംഭവം ഇത് ബ്രഹ്മയാണ്. കോഴി ബ്രഹ്മ അല്ലേ? കണ്ടോ ഗൈസ്, അതിൻ്റെ കാലൊക്കെ കണ്ടോ? കാല് വരെ തൂവലല്ലേ? ദേഹം മൊത്തം തൂവലാണല്ലേ? കൊള്ള ലൈറ്റ്. പാത്ത. താറാവിനെ അനത്തിപ്പെടുന്നേ അല്ലേ? ഓക്കെ, ഇത് കൊള്ളാല്ലേ? കഷ്ടം നിഷ്കളങ്കമായി ആവും ഇതിനകത്ത് നോക്കി. ഇതിപ്പം പ്രാവാണ്, പ്രാവിൻ്റെ സെക്ഷനാണ് അല്ലേ? ഇതെല്ലാം ഫുള്ള് പ്രാവാ അല്ലേ? ഇതിപ്പോൾ ഇഷ്ടം പോലെ പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. വാ, ഓ ഇത് സാധാ നാടൻ കോഴി അതോ? ഇത് താറാവാണോ? സാധനം നമ്മൾ പാത്ത അതിൻ്റെ കുഞ്ഞല്ലേ? അല്ല അതിൻ്റെ ഇതാണ് അരയന്നം, അതാണല്ലേ? വൈറ്റ്. അത്യാവശ്യം താറാവിനേക്കാളും നല്ല വലിപ്പമുണ്ടല്ലേ? ഓക്കെ, അപ്പം ഇത്രയും പ്രാവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം വീഡിയോയിൽ നല്ലപോലെ വിഷ്വൽ കിട്ടുന്നില്ല, ഈ വെട്ടം അടിക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ കിട്ടുന്നില്ല അല്ലേ? ഇച്ചിരിയുടെ ഒന്ന് വെയിൽ മാറിയിരുന്നെങ്കിൽ ഇതായനായിരുന്നു. ഇത്രയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ 2-3 പേര് സുഖമായിട്ട് ഇവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നോക്കാം. ഇതല്ലേ പേർഷ്യൻ ക്യാറ്റല്ലേ? ഓക്കെ. ഹലോ, ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കേട്ടോ. വീഡിയോ എടുത്തപ്പോൾ ഇറങ്ങി വന്നു. ഇന്നിച്ച് 3 പേര് എഴുന്നേറ്റ്. ഇവിടെ ഒരാൾ എപ്പോഴും നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയല്ലേ? ഇവിടെ അതൊന്ന് പുറത്തെടുക്കാൻ പറ്റുമോ? വരുമോ? പുറത്തെടുക്കുമല്ലേ? അപ്പോൾ നമ്മളെ പുറത്തെടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങി എല്ലാവരും ഇറങ്ങി പോന്നു. വെളിയിറങ്ങി റോഡിൽ പോവോ? അപ്പോൾ വേണ്ടേ, കൊള്ളാമല്ല ഐറ്റം. കടിക്കൂ? ഇത് ഒന്നും ചെയ്യത്തില്ല. ഹായ് വെറുതെ കലിപ്പിലാണല്ലോ. ഇതാണോ അല്ലേ? ലയള് കണ്ട അവിടെ പോയി കേട്ടോ. കൂട്ടിക്കിടന്ന് ഇപ്പം നടക്കാൻ അവസരം കിട്ടിയപ്പോൾ ചാടി ഇറങ്ങിയ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ സാധനത്തിനെ കാണാൻ. കേട്ടോ, തിരിച്ചു കേട്ടോ, കുഴപ്പമില്ല, തിരിച്ചു. അപ്പോൾ സംഭവം കണ്ടല്ലോ വേണ്ട, ഇതൊക്കെയാണ് ഐറ്റങ്ങൾ. ഇവിടെ ഞങ്ങൾ വന്ന് വിളിക്കുക. ഞാൻ വന്നപ്പോൾ തൊട്ട് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ക്യാമറയായിട്ട് നടക്കുന്നപ്പോഴേ എന്നെ നോക്കിക്കൊണ്ടിരിക്കും, നോട്ടം ഇട്ട് വെച്ചേക്കരുത്. ഞാനപ്പോൾ ലാസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നേ. സംഭവം കൊള്ളാം കേട്ടോ. പുള്ളി അവർക്ക് ആകെ കലിപ്പ്, അവർ ഉറയും കിടന്നത്. ഞാനിപ്പോൾ കുത്തി ഉണർത്തി എന്നോട് കലിപ്പിരിക്കുക. ഒരാൾ ഇവിടെ അങ്ങ് പോയിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഇവിടെ ഒരുപാട് കൂടൊക്കെ ഉണ്ട് കേട്ടോ. പ്രാവിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തടിയുടെ പ്രാവിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇത് ആർക്ക് നിങ്ങൾക്കൊക്കെ തോനെ സാധനങ്ങൾ വേണമെന്ന് ബൾക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ തരുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും ഇൻഫർമേഷൻ, അതിപ്പോൾ ഇതിനെയൊക്കെ വളർത്തുന്നതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പുള്ളിയെ വിളിച്ചാൽ, ഷമീർ എന്നാണ് ഇതിൻ്റെ ഓണറുടെ പേര്. അപ്പോൾ പുള്ളിയെ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ പുള്ളി ഇപ്പോൾ സ്ഥലത്തില്ലാത്തതാണ്. പുള്ളി വീട്ടിൽ ചോറ് കഴിക്കാൻ പോയെന്ന് പറഞ്ഞു. ഞാൻ വന്ന ഉച്ച സമയത്താണ്. അപ്പോൾ ചോറ് കഴിച്ച് പുള്ളി വരുമ്പോൾ ഇപ്പോൾ 4-5 മണിയാവും. അപ്പം ഇതാണ് ആ ഷോപ്പ് ഞാൻ പറഞ്ഞത്. ബ്രദേഴ്സ് എന്നാണ്, ബ്രദേഴ്സ് പെറ്റ് ഷോപ്പ് എന്നാണ്. അതായത് നമ്മുടെ കരുനാഗപ്പള്ളിക്കും പിന്നെ അതുപോലെ തന്നെ ശാസ്താംകോട്ട ഇടയ്ക്ക് ആണ് ഈ കട. അപ്പോൾ എല്ലാവരും ഇവിടെ അടുത്തൊക്കെ ഉള്ള എല്ലാ കൂട്ടുകാരും വന്ന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കണം. അത്യാവശ്യം എല്ലാ ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ഐറ്റങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതാണ് അപ്പുവാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തന്നത്. കാര്യം അപ്പും ഇതുവരെ ചോറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ചോറ് കഴിക്കാത്തതിൻ്റെ
ചോറ് കഴിക്കാത്തതിൻ്റെ ക്ഷീണത്തിലൊക്കെ ഇരുന്നത്. അപ്പോൾ ചോറ് കഴിക്കുന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വന്നത്. അപ്പോൾ പറഞ്ഞു പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിങ് വരുത്തേ ഉള്ളൂ. ഓണത്തിൻ്റെ ഇത് വരുത്തേ ഉള്ളൂ. അതുപോലെ തന്നെ അതുകൊണ്ട് എനിക്കില്ല അറക്കപ്പൊടി കയറിയിട്ട് മൂക്കില്ലേ. അപ്പം ഓണത്തിൻ്റെ സ്റ്റോക്ക് വരത്തേ ഉള്ളൂ. ഓണത്തിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ വരുമ്പോഴത്തേന് സംഭവം അടിപൊളിയായിരിക്കും. ഇഷ്ടംപോലെ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് വന്നപ്പോൾ ഇതിൽ കൂടുതലുണ്ടായിരുന്നു വലിയ. അപ്പോൾ സംഭവം എല്ലാം സെയിലായതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഓണത്തിന് അടുപ്പിച്ചിപ്പോൾ ഒരാഴ്ചക്കകത്ത് സാധനം വരുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അതുപോലെ തന്നെ ഇനിയും മുമ്പോട്ടുള്ള എല്ലാ വീഡിയോസിനും നിങ്ങളുടെ ഇതുപോലുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ.